എനിക്കൊരു ഐഡിയ. നമുക്കിവളെ ഇവിടുത്തെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നടക്കിരുത്തിയാലോ? പൊന്നുമടത്തിൽ വിഷ്ണു നാരായണൻ വക. കഷ്ടം. എടാ, ഇവിടത്തെ അമ്പലങ്ങളിൽ പെണ്ണാനേനെ നടക്കിരുത്താൻ ദേവസ്വംകാര് സമ്മതിക്കില്ല. എന്നാൽ നമ്മൾ ഇവളെ ഈ കൊമ്പനെ നടക്കിരുത്തുന്നു. ഇങ്ങനെ കേറി വരിക. നമസ്കാരം. നമസ്കാരം. നമോ ഭാഗം. ഒരുക്കങ്ങളൊക്കെ ആയിരിക്കണോ? ഉച്ചശീവേലിക്ക് മുമ്പ് ഇങ്ങെത്താന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നേ. അതെന്താ ഇപ്പൊ ഇത്ര വൈകിയ? ഇറങ്ങാൻ തുടങ്ങിയപ്പോ പതിവില്ല അതൊന്നും ഇടഞ്ഞു. ഓരോത്തുനിന്ന് ഇതുവരെ ഒന്ന് വിട്ടു തന്നിട്ടില്ലേ, അതുകൊണ്ടാ. നല്ല ലക്ഷണമൊത്ത കൊമ്പൻ ഇല്ല രാവണിയാരെ? ഹായ്, ആ കൊമ്പിന്റെ ഒരു എടുപ്പ് കണ്ടില്ലേ? ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ കൊമ്പോ? അടുക്കണ്ട. ഇവനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ഞങ്ങൾ അടുത്തുണ്ടെങ്കിൽ ആരെയും അടുപ്പിക്കില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അടങ്ങും, പിന്നെ തലേന്ന് പോവില്ല. അതൊരു പ്രത്യേക സ്വഭാവമാണ്. അതെ അതെ. പേര് പറഞ്ഞില്ലല്ലോ. ഭൈരവൻ. പേരിലുണ്ടല്ലോ ഒരു പുതുമ. അതെ അതെ, തെങ്ങും പുറത്ത ഭൈരവൻ. പേര് കേട്ട കൊമ്പനാ. അവന്റെ പുന്നാര മോന. അതാ ഇത്ര വികൃതി. എന്നാ ഇനി നടക്കിലേക്ക് പോവാം. ആകാലോ. ഇവിടെ എന്താ രാവണിയാരത്? എന്റെ ഭഗവതി, എന്തായി കാണുന്നത്? ആന, കുട്ടിക്കൊമ്പൻ. ഭൈരവ വിട്ടോടാ. ഓടിക്കോ. എന്താ ഇത്? പിടിയാനയ്ക്ക് കൊമ്പ് വെക്കാൻ ബുദ്ധി പറഞ്ഞു തന്നെ ഞാൻ തന്നെ. പക്ഷെ ഇത്രയും ചെറിയ ആനയ്ക്ക് ഇത്രയും വലിയ കൊമ്പ് കുത്തിക്കയറ്റാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? എന്നാ പിന്നെ നിനക്ക് വല്ല ഫെവിക്കോളോ പശയോ വെച്ച് മര്യാദയ്ക്ക് ഒട്ടിച്ചു വെച്ചൂടെ? ചോറും പറ്റി വെച്ചാണ് ആന കൊമ്പൊട്ടിക്കുന്നത്. അയ്യടാ, ബേബിക്കോള്. ഒരു കാലിച്ചായ എടുക്കാൻ കാശില്ല, അപ്പോഴാണ് ബേബിക്കോള്. എന്റെ സന്ദർഭോചിതമായ ബുദ്ധി കാരണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിലേ ആനയുടെ കൊമ്പൂരിയെ പോലെ നാട്ടുകാരന്റെ എല്ല് വലിച്ചൂരിയെ. കൊമ്പ് ഊരിയെങ്കിൽ എന്ത് വേണ്ട? ആന നമ്മുടെ തലേന്ന് ഊരിയില്ലേ? ആനയും പോയി കൊമ്പും പോയി. ഇനി എന്തിനൊരു കമ്പ്? എന്താ ഇത്? എനിക്കെന്താ കഷ്ടം ചോദിച്ചൂടെ? നേരെ നേരെ ഇട്ടൂടെ? ആ കേശവൻകുട്ടി, നീ വരുന്നുണ്ടോ ആനയോട്ടം കാണാൻ? ആനയോട്ടോ? എവിടെ? നീ അറിഞ്ഞില്ലേ? പുത്തംകുളങ്ങര തിമ്മംഗലത്ത് ഇന്നലെ ആനയോട്ടം. ഇത്തവണ നമ്മുടെ മനുഷ്യരി കർണന് ഓടുന്നുണ്ട്. ജയിക്കുന്ന ആനയ്ക്ക് 1,00,000 രൂപ സമ്മാനം. ആനയോട്ട മത്സരം ആരംഭിക്കുകയാണ്. തിരുമംഗലത്തെ ആനകളോട് മത്സരിച്ച് ജയിക്കാൻ ഈ നാട്ടിൽ വേറെ ആനകളില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കാൻ പോവുകയാണ്. കുട്ടിശങ്കര, ആനകളുടെ പേരും അഡ്രസ്സും വായിക്കടാ. തിരുമംഗലം ചന്ദ്രശേഖരൻ, തിരുമംഗലം നീലകണ്ഠൻ, തിരുമംഗലം കൊച്ചുകേശവൻ, മനുശ്ശേരി കർണൻ, ഗ്രാങ്ങാട് ശേഖരൻ, മനുശ്ശേരി അർജുനൻ, പൊന്നുമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി, പൊന്നുമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി. പിടിയാനാണോ? അതെ, പൊന്നമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി. അങ്ങനെ ഒരു ആനയെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ. ഇല്ല. അയ്യോ, പൊന്നുമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി. നീയോ? തിരുമംഗലക്കാരോട് പകരം വീട്ടാനുള്ള പുറപ്പാടാവും. കൊള്ളാം. അതിനീ പീറ കുഴിയാനേം കൊണ്ടാണോ വന്നിരിക്കുന്നത്? അതാ കണ്ടോ, തിരുമംഗലം കോലോത്തെ കൊമ്പന്മാർ. ഇവരോടൊപ്പം മത്സരിച്ച് ഈ കരയിലെ ഒരാനയും ഇന്നേ വരെ ജയിച്ചിട്ടില്ല. ജയിച്ചാൽ കോലോത്തെ തമ്പുരാക്കന്മാർ തല മൊട്ടയടിച്ച് പുള്ളി കുത്തി നടക്കും. അപ്പൊ നമ്മുടെ ബാർബർ കേശവൻകുട്ടിക്ക് ഒരു പണിയായി. നമുക്ക് അവനെ വിളിച്ചിട്ട് വരാം അല്ലേ? ഓടാ. എന്താ, പിന്മാറാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ല തമ്പുരാനെ, പിന്മാറാൻ വേണ്ടിയിട്ടല്ല പൊന്നുമടത്തിലെ വിഷ്ണുനാരായണൻ വന്നത്. ആഹാ, അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ മാത്രമായ ഒരു പന്തയം ഒരുക്കമാണോ? ഒരുക്കമാണ്. നിങ്ങളുടെ കൊമ്പന്മാരോടൊപ്പം ഓടി എന്റെ ലക്ഷ്മിക്കുട്ടി തോറ്റാൽ ഈ നിൽക്കുന്ന മുഴുവൻ ജനങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ എല്ലാമായ ആനയെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ കൊടുക്കും. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. മത്സരത്തിന് ഞങ്ങൾ തയ്യാർ. സമ്മതിച്ചോ? സമ്മതിച്ചു. ജയിച്ചാലോ?
ജയിച്ചാൽ ഈ നിൽക്കുന്ന കൊമ്പനാനകളിൽ ഏതെങ്കിലും ഒന്നിനെ അല്ല നീ എന്തു ചോദിച്ചോ അത് ഞാൻ തരും. വാക്കാണോ? തിരുമംഗലത്തെ തമ്പുരാക്കന്മാർക്ക് വാക്കൊന്നേ ഉള്ളൂ. ജയിച്ചാൽ തിരുമംഗലം കോലോത്ത കൊച്ചുതമ്പുരാട്ടി പൊന്നുമ്മടത്തെ വിഷ്ണുനാരായണന് സ്വന്തം. സമ്മതിച്ചോ? എന്താ തമ്പുരാനെ വിളിച്ചുകൂവിയ വാക്കുകളെല്ലാം തിരിച്ചെടുക്കണം തോന്നുന്നുണ്ടോ? ഇല്ല, സമ്മതിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരെ സാക്ഷി നിർത്തി ഞാൻ വാക്ക് തരുന്നു. ഈ നിൽക്കുന്ന കൊമ്പനാനകളോടൊപ്പം മത്സരിച്ച് നിന്റെ പീക്കിരിപ്പിടിയാനെ ജയിച്ചാൽ കോലോത്ത കൊച്ചു തമ്പുരാട്ടി നിനക്ക് സ്വന്തം. തുറന്നു വാ. കേറി വാടി. തിരുമംഗലം കോലോത്തെ തൃപ്പടിയാണിത്. ഈ പടി കടക്കൂന്ന്. എടാ കടക്കോന്ന്. ചോണയുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണെ കടക്ക് കാണട്ടെ. സമ്മതിച്ചിരിക്കുന്നു. ചങ്കുറപ്പുള്ളവനാണ് നീ. കൊടുകൈ. തിരുമംഗലം കോലത്തെ കൊച്ചുതമ്പുരായിട്ട് കിട്ടുന്നവൻ വീരശൂര പരാക്രമി ആവണം. ക്ഷത്രിയനല്ലെങ്കിലും ക്ഷത്രിയന്റെ വീറും വാശി ഉണ്ടാവണം. നിനക്കതുണ്ട്. തൃപ്തിയായി. എനിക്ക് ഇഷ്ടായി. മതി. ക്ഷത്രിയന്റെ ഗുണഗണങ്ങളൊക്കെ ഇനിയുണ്ട്. അതവിടെ നിൽക്കട്ടെ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വാക്ക് പറഞ്ഞിട്ട് ഇപ്പൊ ഒരുമാതിരി തത്തിക്കളിച്ചാലുണ്ടല്ലോ പൊന്നുമ്മടത്തെ വിഷ്ണുനാരായണന്റെ തനി കൊണം കാണും. പള്ളിക്കെട്ടൊന്നും കാത്തു നിൽക്കില്ല. പിടിച്ചിറക്കി കൊണ്ടുപോകും. ഞാൻ കാണണോ? കൊണ്ടുപോകണം. അവിടെയാണ് നിന്റെ കഴിവ്. ഈ കോലത്തെ തമ്പുരാക്കന്മാര് വാക്ക് പറഞ്ഞാൽ അത് മാറണമെങ്കിൽ പാതിരാത്രി സൂര്യൻ ഉദിക്കണം. എന്നാൽ അവളോടും കൂടി അത് പറഞ്ഞു കൊടുക്ക്. ഇടഞ്ഞു നിൽക്കുകയല്ലേ? അവളിടയും. വാക്ക് പറഞ്ഞത് അവളല്ലോ, ഞാനല്ലേ. പക്ഷേ അവളെ മയക്കി വരുതിയിലാക്കേണ്ടത് നിന്റെ കഴിവാണ്. അതിനിവിടെ ആരും എതിര് നിൽക്കില്ല, നിൽക്കാൻ ഒക്കില്ല. തമ്പുരാക്കന്മാരുടെ വാക്ക് വീൺ വാക്കാണെന്ന് നാട്ടുകാർ പറയും. എന്നാലേ അവളെ ഒന്ന് മെരുക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മെരുക്ക്. കൊച്ചുകള്ളി.
അയ്യോ കല്യാണി. ഇഡിയറ്റ്. തന്നോട് ആരാ അകത്ത് കിടക്കാൻ പറഞ്ഞ? ഇനി ആര് പറയണം? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി മുതൽ കല്യാണി നിന്റേതാണെന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ചില്ലേ തമ്പുരാൻ വിളിച്ചു പറഞ്ഞത്? കല്യാണി എന്റേതാണെങ്കിൽ കല്യാണിയുടെ കൊട്ടാരം എന്റേതാ, കൊട്ടാരം എന്റേതാണെങ്കിൽ ഇവിടുത്തെ കംപ്ലീറ്റ് സ്വത്തുക്കളും എന്റേതാ. അങ്ങനെ എല്ലാം സ്വന്തമാക്കി നമുക്കിവിടെ രാജാവ് റാണിയും കളിക്കാൻ തമ്പുരാട്ടി. എന്ത് ചേ? ഹലോ, തിരുമംഗലം കോവിലകത്തിന്റെ ചരിത്ര പുസ്തകത്തിന്റെ താളുകളിൽ നമുക്ക് എഴുതി ചേർക്കാം എന്റെ കല്യാണി. പൊന്നും മടത്തൊരു വിഷ്ണുനാരായണൻ ഉണ്ടായിരുന്നെന്നും ആനക്കാരനായി വന്ന അഹങ്കാരിയായ കൊച്ചുതമ്പുരാട്ടിയെ ബുദ്ധിസാമർത്ഥ്യം കൊണ്ട് സ്വന്തമാക്കിയെന്നും അതിലൊരു 10-12 മക്കളുണ്ടായി എന്നും 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ബുദ്ധിമാൻ. ആഭരണപ്പെട്ടി. നമസ്കാരം. ഓഹോ, ഇതാണല്ലേ പൊന്നുമടങ്കാരന്റെ മനസ്സിലിരിപ്പ്. പിന്നല്ലാതെ കാശിന് വകയില്ലാത്ത പെണ്ണായിരുന്നെങ്കിൽ സമ്മാനമായിട്ട് നിന്നെ ചോദിക്കായിരുന്നോ? കോലോത്ത സ്വത്തുവിവരങ്ങളെ കുറിച്ചൊക്കെ നാട്ടുകാർ പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ടേ. ഇനി എന്തെല്ലാം ഉണ്ട് അറക്കാകത്ത്. കണ്ടെ ആ ഓട്ടുപാത്രങ്ങളും വെള്ളിക്കിണ്ണങ്ങളൊക്കെ കാണാൻ കൊതിയാവുന്നു. ഒന്ന് പറയണ്ട കല്യാണി. ഹലോ പൂച്ചേ, എന്റെ പൊന്ന് കല്യാണി ഒന്ന് നിക്ക്, ഞാനൊന്ന് പറഞ്ഞ. ആ പൊന്നു തമ്പുരാന്റെ സിംഹാസനം. കോവിലകത്തെ സ്വത്തുവിവരങ്ങളെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ നാട്ടുകാർ ഇതിനെ കുറിച്ചും പറഞ്ഞു. ഇവിടുത്തെ പാരമ്പര്യം അനുസരിച്ച് കന്നിപ്പെണ്ണിന്റെ സംബന്ധക്കാരനാണ് അടുത്ത അവകാശിയെന്നും അയാൾക്ക് മാത്രമേ ഇതിൽ ഇരിക്കാൻ അവകാശമുള്ളൂ എന്നൊക്കെ പറഞ്ഞറിഞ്ഞ് എന്റെ മോളെ. അപ്പൊ പിന്നെ അടുത്ത അവകാശി ഞാനല്ലേ? പോയോ? എങ്കിലൊന്ന് ആസനസ്ഥനായിട്ട് തന്നെ കാര്യം. അരുത്, അതിലിരിക്കരുത്. പാരമ്പര്യത്തെ കുറിച്ച് കേട്ടതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇതിന്റെ അവകാശി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇവിടെ. ഒന്ന് നാവനക്ക് മെണ്ടാൻ പോലും വയ്യാണ്ട് കിടക്കാ പാവം. അങ്ങനെ ഒരാളുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്റെ കല്യാണിയുടെ അച്ഛൻ അവരുടെ അമ്മ മരിച്ച അടക്കം കഴിയും മുമ്പ് ഈ കോലോത്തിന്റെ പടി ഇറങ്ങിയതാ. നിക്ക് എങ്ങോട്ടാ ഇടിച്ചേറി പോണത്? ആരായി വിളിച്ചപ്പാട്? വെളിച്ചപ്പാടൊന്നുമല്ല, ഇല്ലിക്കുളം കാട്ടുമനക്കൽ അഷ്ടാംഗ ഹൃദയം ബ്രഹ്മദത്തൻ മൂസത്. ആ മൂത്തതായാലും മൂക്കാത്തതായാലും അഷ്ടാംഗ ഹൃദയത്തിന് ഈ കോലത്ത് എന്താ കാര്യം? എങ്ങനെയെങ്കിലും കല്യാണിയെ മയക്കെടുത്തോളം തമ്പുരാൻ തന്നെയല്ലേ പറഞ്ഞത്? ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്ന തമ്പുരാൻ കാണുന്നില്ലേ? ഒരു വശീകരണ ചികിത്സ നടത്തി കല്യാണിയുടെ മനസ്സ് മാറ്റിയെടുത്താൽ 24 മണിക്കൂറിനകം കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് വൈദ്യര് പറയുന്നു. വൈദ്യര് പറഞ്ഞതാ, കേട്ടിട്ടില്ലേ? പേര് കേട്ട അഷ്ടവൈദ്യനും മന്ത്രവാദിയുമല്ലേ? ക്ഷമിക്കണം, ആളറിയാതെ പറഞ്ഞു പോയതാണ്, ശപിക്കരുത്. അപ്പൊ എങ്ങനെയാണ് വൈദ്യരുടെ ചികിത്സാ രീതികൾ? ഓം വീരാട് ബ്രഹ്മണേ നമ. ഒഴിച്ചിലിൽ തുടങ്ങണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മുറ പോലെ ചെയ്യാൻ പറ്റിയ ഒരു സഹായി ആവശ്യമുണ്ട്. അതിന് പറ്റിയ ആളല്ലേ നിൽക്കുന്നത്. ഈ ചികിത്സ ഒന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, പക്ഷെ കണ്ട സഹിക്കില്ല. അതെന്താ? കണങ്കാലിൽ നിന്ന് തുടങ്ങി മുട്ടുകാൽ ഒഴിഞ്ഞ് തുട പിടിച്ച് മസിലുടച്ച് അര പിടിച്ച് അരക്കെട്ടൊഴിഞ്ഞ് കൈയൊറ്റ പോക്കാ നെഞ്ചിലേക്ക്. പിന്നെ എന്താ കാണാൻ തോന്നുന്നില്ലേ? വേണമെന്നില്ല, പൊക്കോളൂ. ഓം വീരാട് ബ്രഹ്മണേ നമ. നീ എങ്ങോട്ട് പോണു? ഒഴിച്ചില് കാണാൻ. അതിന് വൈദ്യരില്ലേ? വൈദ്യനെ സഹായിക്കാൻ. അതിന് വിഷ്ണുല്ലേ? വിഷ്ണുവിനെ സഹായിക്കാൻ. അതിന് വൈദ്യരില്ലേ? ഞാൻ നേരെ പൊക്കോളാം.